ഹലോ ഗൈസ്, എൻ്റെ ക്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ പട്ടായയിലുള്ള പട്ടായ ഷീപ്പ് ഫാമിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ബൈക്കും കാറും പാർക്ക് ചെയ്യാൻ വേണ്ടി വലിയൊരു ഗ്രൗണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പട്ടായയിലുള്ള ഈ ഷീപ്പ് ഫാം വന്നിട്ട് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വന്നിട്ട് അഡൽസിന് 100 തായ്ബാത്താണ്, കുട്ടികൾക്ക് 70 തായ്ബാത്ത്. പിന്നെ ഇവിടെ ഒരു ഷോ ഉണ്ട്. ഷോയിനാണെങ്കിൽ എക്സ്ട്രാ 100 തായ്ബാത്തും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഷോ കാണാം. പെറ്റ് ഷോ ആണ്. പെറ്റ് ഷോയും ഉണ്ട്, മാജിക്കിൻ്റെ ഒരു ഷോയും അതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് 100 തായ്ബാത്ത് ആവുന്നത്. മൊത്തം നമ്മൾ കണ്ടുവരാനായിട്ട് 220 തായ്ബാത്താവും. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി 504 രൂപയാവും. ഇപ്പോൾ ഷോ ഇല്ലെങ്കിൽ നമുക്ക് 275 രൂപയ്ക്ക് നമുക്ക് ഇതിനകത്ത് കയറി കണ്ടിട്ട് തിരിച്ചു വരാം. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് ഇതിൻ്റെ രണ്ട് സൈഡും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നല്ല ഇഷ്ടം പോലെ ഒരു വലിയൊരു പാർക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതേ നമ്മൾ കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ ഫാമിലി പാർക്ക് പട്ടായ ഷീപ്പ് ഫാം എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ കുഞ്ഞു നമുക്ക് അനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. സ്ക്വറൽ മങ്കി, പിന്നെ ഹോഴ്സ്, പിന്നെ ടേർട്ടിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് സ്ക്വറൽ മങ്കി. ഇതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിലത്തേക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു കിടിലൻ സ്പോട്ടാണ് പട്ടായയിലുള്ള ഷീപ്പ് ഫാം. ഇങ്ങനത്തെ പെറ്റ്സിനെയൊക്കെ അവർ ആ കേജിലിട്ടിട്ടാണ് അവർ വളർത്തുന്നത്. പിന്നെ ബാക്കിയുള്ള ആട്, അങ്ങനത്തെ കുതിര, അതിനൊക്കെ ആണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് അവർ ഓപ്പൺ ഏരിയയിലാണ് വിട്ടേക്കുന്നത്. അപ്പം ഈ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ഈ ഷീപ്പും ഈ പെറ്റ്സായിട്ടൊക്കെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും നല്ലൊരു സ്പേസാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈമിംഗ് വന്നിട്ട് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. നല്ലൊരു കിടില ആംബിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ. പിന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഈ പെറ്റ്സിനൊക്കെ ഫീഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനൊക്കെ എക്സ്ട്രാ ചാർജ് ആവും. നമുക്ക് അവിടെ നിന്ന് ഒരു 50 തായ്ബാത്തൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ ഫുഡ് തരും. ആ ഫുഡ് നമുക്ക് ഈ പെറ്റ്സിന് കൊടുത്ത് നമുക്ക് ഫീഡ് ചെയ്യിക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹോഴ്സ് റൈഡൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഹോഴ്സ് റൈഡിന് വന്നിട്ട് നമുക്ക് 150 തായ്ബാത്ത് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഏതാണ്ട് നമ്മുടെ ഇവിടുത്തെ 350 രൂപ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഹോഴ്സ് റൈഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതേപോലെ മാനിന് ഫീഡ് ചെയ്യാം. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതിന് നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് പട്ടായ ഷീപ്പ് ഫാം എന്ന് പറഞ്ഞാൽ അടുത്തൊരു സെക്ഷൻ കാണാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ടോട്ടോയ്സും പിന്നെ കൗസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അവിടെ ഇതേപോലെ നമുക്ക് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവരെ ഫീഡ് ചെയ്യാവുന്നതാണ്. ഈ പട്ടായയിലുള്ള പട്ടായ ഷീപ്പ് ഫാമിൽ നമുക്ക് ഇന്ത്യൻസൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു പ്ലേസും കൂടിയാണ്. നമുക്കിവിടെ കൂടുതലും ഫോറിനേഴ്സിനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ എത്താനുള്ള ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ പട്ടായയിലുള്ള പട്ടായ ഫ്രോസൺ മാജിക്കൽ ഐസ് ഓഫ് സയാമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും നമ്മുടെ പട്ടായ ഷീപ്പ് ഫാം. ഇവിടെ എത്തേണ്ട ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ കിടിലം കുറേ സീനറീസൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷീപ്പ് ഫാം വന്നിട്ട് നമ്മുടെ തായ്ലൻഡിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷീപ്പ് ഫാമും കൂടെയാണ് നമ്മുടെ ഈ പട്ടായയിലുള്ള ഈ പട്ടായ ഷീപ്പ് ഫാം. പിന്നെ നമുക്കിവിടെ റാബിറ്റ്സിനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. റാബിറ്റിനൊക്കെ നമുക്കിവിടെ നിന്ന് ഫീഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നല്ലൊരു ലേക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് എക്സ്ട്രാ ഒരു 100 തായ്ബാത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ പെഡൽ ബോട്ട് യൂസ് ചെയ്ത് നമുക്ക് ആ റിവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് റൈഡ് ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല കിടിലം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടിലം പ്ലേസാണ്. ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന കുറേ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. നല്ലൊരു കിടിലം സ്പോട്ടും കൂടെയാണ് നമ്മുടെ പട്ടായയിലുള്ള പട്ടായ ഷീപ്പ് ഫാം. പിന്നീട് തൊട്ട് സൈഡിൽ തന്നെ നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. നമുക്ക് അവിടെ നിന്ന് കോഫിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കുടിക്കാവുന്നതാണ്.
നമുക്കിവിടെ ഏതാണ്ട് 3 മണിക്കൂറോളം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മൾ ആ മാജിക് ഡോഗ് ഷോ തുടങ്ങേണ്ട ടൈം ആയിരിക്കുകയാണ്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ഈ മാജിക് ഡോഗ് ഷോ ആണെങ്കിൽ ഓരോ 1 മണിക്കൂർ ഇടവിട്ട് ഷോ ഉള്ളതാണ്. അതായത് രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ ആ ഷോയും, പിന്നെ 11 മണി തൊട്ട് 12 മണി വരെ അടുത്ത ഷോ, പിന്നെ 1 മണി തൊട്ട് 2 മണി വരെ ഷോ. അങ്ങനെയാണ് ഓരോ മണിക്കൂർ ബ്രേക്ക് ഇട്ടാണ് ഷോ ഉള്ളത്. നമുക്കപ്പോൾ ഇതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. അങ്ങനെ മാജിക് ഡോഗ് ഷോയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം കുറേ പേര് ടിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ മാജിക് ഡോഗ് ഷോയുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. എല്ലാവരും ഇവിടെ വന്ന് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം കുറച്ച് സീനുകൾ മാത്രമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഒരു കഫറ്റീരിയ. നമുക്ക് ഇവിടുന്ന് കോഫി, സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കുടിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ പട്ടായയിലുള്ള പട്ടായ ഷീപ്പ് ഫാമിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.